റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് ധനവകുപ്പിൽ ഭരണപ്രതിസന്ധി. ബജറ്റ് പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കാൻ ഇതുവരെയും നിർദ്ദേശം നൽകിയിട്ടില്ല. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വിഹിതത്തിലും തീരുമാനമായിട്ടില്ല. വിവിധ വകുപ്പുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നതിൽ തീരുമാനം നീളുകയാണ്. സാമ്പത്തിക വർഷത്തിൽ പ്രാഥമികമായി നടക്കേണ്ട യോഗങ്ങൾ പോലും നടന്നിട്ടില്ല. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്കെതിരെ ഉദ്യോഗസ്ഥർ കടുത്ത അമർഷത്തിലാണ്. ധനവകുപ്പ് സ്തംഭനാവസ്ഥയിലെന്ന് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ആരോപിച്ചു. വാചകമടിയല്ലാതെ ധനവകുപ്പിൽ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ റിപ്പോർട്ടറിനോട്. ധനകാര്യ വകുപ്പിൻ്റെ പല തീരുമാനങ്ങളും സമയബന്ധിതമായി വരുന്നില്ല എന്നും പ്ലാൻ അനുസരിച്ച് കൊടുക്കാനുള്ള പേയ്മെൻറ്റും മറ്റു പേയ്മെൻറ്റുകളും കറക്റ്റായിട്ട് വരുന്നില്ല, വർക്കുകൾക്ക് അനുവാദം വരുന്നില്ല എന്നുള്ള പ്രശ്നം നമ്മളെല്ലാം അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വകുപ്പുകളുടെ സ്പെൻഡിങ് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് പകുതി സമയം കഴിയുകയാണ് ഈ സാമ്പത്തിക വർഷം. ആ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അംഗീകരിച്ചത് സ്പെൻഡ് ചെയ്ത് നല്ലതുപോലെ വരേണ്ടതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു ഗഡുവാണ് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ സ്പിൽ ഓവറിന് വേണ്ടി പണം വെച്ചിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും അറിയുന്നതാണ്. 6300 കോടി ട്രഷറി ബാലൻസ് ഉണ്ടായിരുന്നു. അതിൽ 2300 കോടി നമ്മൾ പഞ്ചായത്തുകൾക്ക് കൊടുക്കാൻ, തദ്ദേശ സ്ഥാപനം കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. ഇലക്ഷൻ കമ്മീഷൻ അനുവദിക്കാത്തതുകൊണ്ടാണ് അത് പോഞ്ഞത്. അപ്പോൾ അത് വാസ്തവത്തിൽ ആ ഫണ്ടുണ്ട്, 6300 കോടി ഉണ്ടെന്നുള്ളത് കണക്കാണല്ലോ. എന്നാൽ 2300 കൊടുക്കണം, അത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ധാരാളം പേയ്മെൻറ്റ് പുതിയ തടസ്സം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. സാമൂഹ്യക്ഷേമ പെൻഷൻ പോലും തടസ്സമുണ്ടാക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അത് ചില ഡിലേ ചെയ്യുക, കുറച്ച് കട്ട് ചെയ്യുക. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. നിർമ്മാണ പ്രവർത്തനങ്ങളാകെ അപകടത്തിലാണ്. പല സ്ഥലത്തും മാസങ്ങളോളം പേയ്മെൻറ്റ് കൊടുക്കാനുണ്ട് പല വകുപ്പുകളിലും. ഈ കോൺട്രാക്ട് അങ്ങനെയൊക്കെയുള്ള വർക്കേഴ്സിന് പല ആളുകളെയും പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഗവൺമെൻറ് വന്ന് ഇത്രയും സമയമായിട്ടും ഒട്ടും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നൊരു ഫീലിംഗ് പൊതുവിൽ ആളുകളുടെ ഇടയിലുണ്ട്. നമുക്ക് നേരിട്ട് MLA മാരെന്ന നിലയിലൊക്കെ ഞങ്ങൾക്കറിയാം മണ്ഡലങ്ങളിലെ വർക്കുകളും മറ്റു മേഖലയിലും. അപ്പോൾ അങ്ങനൊരു പ്ലാനിങ്ങിൻ്റെ കുഴപ്പം ധാരാളം വരുന്നുണ്ട്. പേയ്മെൻറ്റ് നടക്കുന്നില്ല, ആ പ്രശ്നമുണ്ട്. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന സമീപനമാണ് എന്ന് തോന്നാവുന്ന തരത്തിലാണല്ലോ കാര്യം. വാചകവടിയില്ലാതെ കാര്യങ്ങൾ വരുന്നില്ല. അർജുൻ കല്യാണ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, എന്തൊക്കെയാണ് കെ എൻ ബാലഗോപാലിന്റെ വിമർശനങ്ങൾ? മാധു, തീർച്ചയായിട്ടും സംസ്ഥാനത്ത് ഇതിനു മുൻപില്ലാത്ത വിധത്തിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ഏറ്റവും പ്രധാനമായി തദ്ദേശ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ ഫണ്ട് നൽകുന്നതിൽ വലിയ പ്രതിസന്ധിയാണ് അല്ലെങ്കിൽ വലിയ വീഴ്ചയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ സർക്കാരിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു തരത്തിലുമുള്ള ഫണ്ട് അലോക്കേഷൻസ് ഈ പറയുന്ന കാര്യങ്ങളിലേക്കൊന്നും തന്നെ നടക്കുന്നില്ല. അത് ഏതെങ്കിലും ഒരു വകുപ്പിലേക്ക് മാത്രമല്ല, എല്ലാ വകുപ്പിലേക്കുമുള്ള പലവിധ ഫണ്ടുകളുടെ ഒരു കുറവ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ അനന്തമായി വൈകുന്നതാണ് കാണുന്നത്. സംസ്ഥാനത്ത് ഇപ്പോൾ ഭരണത്തിലേറി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നിട്ട് ഇപ്പോൾ മാസങ്ങൾ, അതായത് ഏകദേശം ഒരു 3-4 മാസം പിന്നിടുകയാണ്. പക്ഷേ ഈ ഘട്ടത്തിലും കൂടിയും ഒരു തരത്തിലുമുള്ള ഒരു ഫണ്ട് അലോക്കേഷനും ഈ വിവിധ വകുപ്പുകൾക്ക് നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത്. ഏറ്റവും പ്രധാനമായി തദ്ദേശ സ്ഥാപനങ്ങൾ, സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ഫണ്ടുകൾ അത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയാണ്. ആ ഫണ്ടുകൾ ഒന്നും തന്നെ നൽകാതെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ വിമർശനം. അതോടൊപ്പം തന്നെ ബജറ്റിൽ ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി, അല്ലെങ്കിൽ ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ നൽകേണ്ടുന്ന ഫണ്ട് അലോക്കേഷൻ അതിനകത്തും കാര്യമായ രീതിയിലുള്ള ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വിമർശനം കൂടി ഉയരുകയാണ്. അത്തരത്തിൽ എല്ലാ തരത്തിലും ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക് ധനകാര്യ വകുപ്പ് ഈ ഫണ്ട് നൽകാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിൽ തീരുമാനമെടുക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവുകയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഭരണത്തിലേറെ ഇത്രയും മാസങ്ങൾ പിന്നിടുമ്പോഴും ഇതിനകത്തൊരു സ്വാഭാവികമായ, അതായത് ഭരണത്തിലേറി ഒരു മാസത്തിനകം തന്നെ സാധാരണ രീതിയിൽ ഇതെല്ലാം തന്നെ ഒരു ഫ്ലോയിൽ വരേണ്ടതാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ പോലും അതിനകത്ത് മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും ഒക്കെ ആയിട്ടുള്ള വി.ഡി. സതീശൻ തീരുമാനമെടുക്കുന്നില്ല. ധനവകുപ്പിനകത്ത് വലിയ രീതിയിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നു. അവിടെയുള്ള സാമ്പത്തിക അലോക്കേഷൻസ് അത് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിൽ അനന്തമായ വൈകല്യങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ സംസ്ഥാനത്ത് ധനകാര്യ വകുപ്പിനകത്ത് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് ഏറ്റവും അടിസ്ഥാനപരമായി ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം വിമർശനമായി ഉന്നയിക്കുന്നത്. MLA അവരുടെ മണ്ഡലങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തുമ്പോഴും അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ എൻ ബാലഗോപാൽ സൂചിപ്പിക്കുകയാണ്. അവർ പറയുന്നത്
മണ്ഡലങ്ങളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, അത് പാലത്തിൻ്റെതായിക്കോട്ടെ, റോഡുകളുടേതായിക്കോട്ടെ, അത്തരത്തിൽ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളെ ബാധിക്കുന്ന നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതെല്ലാം താളം തെറ്റി കിടക്കുന്ന അവസ്ഥയിലാണ്. ഈ സാമ്പത്തിക വർഷം ഏകദേശം പകുതി പിന്നിടുന്ന അവസ്ഥയിൽ പോലും ഇതാണ് സ്ഥിതിയെങ്കിൽ ഇതിന് കുറച്ചുകൂടി അങ്ങോട്ടേക്ക് കഴിയുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സർക്കാർ അടിയന്തരമായി ഈ വിഷയത്തിനകത്ത് ഇടപെടണം. മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫയലുകളിൽ തീരുമാനമെടുക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് ബാലഗോപാൽ വ്യക്തമാക്കുന്നത്. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ബാലഗോപാൽ പറയുന്നത്. മാധു, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. ധനവകുപ്പിൽ പ്രാഥമികമായ യോഗങ്ങൾ പോലും ചേർന്നിട്ടില്ല എന്നതാണ്. ഫണ്ട് വിനിയോഗമടക്കമുള്ള കാര്യങ്ങളിൽ അനുമതി വേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ് പല ഉദ്യോഗസ്ഥരും.